ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു വ്ളോഗാണ് കേട്ടോ. ഞങ്ങൾ ഇന്ന് ഒരു ലോങ് ട്രിപ്പ് പോവാണ്. അപ്പോൾ നിച്ചുട്ടൻ്റെ ഫസ്റ്റ് ലോങ് ട്രിപ്പാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വലുതായിട്ട് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഞങ്ങൾ വണ്ടിയിലാണ് പോകുന്നത്. അപ്പോൾ ഫുൾ ടൈം മാക്സിമം വണ്ടിയിൽ തന്നെ ആയിരിക്കും. അപ്പോൾ എങ്ങനെയാണ് നിച്ചുട്ടൻ ബിഹേവ് ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ. അതായത് ഒരു ന്യൂബോണെ കൊണ്ട് പോകുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ കയ്യിൽ വെക്കണം, അങ്ങനത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. എല്ലാവർക്കും യൂസ്ഫുൾ ആവും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത് ബാംഗ്ലൂർക്കാണ് കേട്ടോ. നമ്മൾ വണ്ടിയിൽ തന്നെയാണ് പോകുന്നത്, നമ്മുടെ കാറിലാണ് പോകുന്നത്. അപ്പോൾ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ട്. ജസ്റ്റ് ഒരു ദിവസം, ഇന്ന് രാത്രി മാത്രം അവിടെ സ്റ്റേ, നാളെ തിരിച്ചു വരും കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നേ ഞാൻ എന്നും പറയുന്ന പോലെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോസൊക്കെ അത് കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ എൻ്റെ സൗണ്ട് എന്താ പറയുക, ജലദോഷം കോൾഡ് കാരണം ഇതായിരിക്കുകയാണ്. വലിയ കുഴപ്പമില്ല. ഇന്നലെ നല്ല മൂക്കടപ്പ് ഉണ്ടായിരുന്നു, ഇന്നിപ്പോൾ ഓക്കെ ആയി. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ യാത്ര തുടരാം. അപ്പൊ കേസ് ഞങ്ങള് പോവാനായിട്ട് റെഡി ആയി. ഇതാ എല്ലാരും ഓരോ സാധനങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. നീക്കുട്ടാ നീക്കുട്ടെ കരിഞ്ഞു കുഴിഞ്ഞ്. ഓ ഓ നിച്ചിട്ടതാ ഇച്ചിന്നു നിച്ചിട്ടേ അമ്പഴൂ അമ്പഴൂ. അപ്പൊ നമുക്ക് പോവാം. നിച്ചുട്ടൻ വണ്ടിയിൽ കയറിയതും അങ്ങനെ ഉറങ്ങിയിട്ടോ. കാരണം അവിടെ നിന്ന് അങ്ങനെ പാല് കൊടുത്തിട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ടിരിക്കുന്നതുകൊണ്ട് വേഗം വണ്ടിയിൽ കയറിയപ്പോൾ തന്നെ ഉറങ്ങി. നിവിക്കുട്ടൻ ബാക്കിലത് അച്ഛനോടും അമ്മോടും കുറുമ്പ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആള് ഫ്രണ്ടിലേക്ക് വരണം എന്ന് പറഞ്ഞിട്ട് കുറേ വാശിയൊക്കെ പിടിച്ചു. പിന്നെ ബാക്കിൽ പിടിച്ചിരുത്തി. അപ്പോൾ നമ്മൾ നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ. എങ്ങനെയാവുമെന്നൊന്നും നമുക്കറിയില്ല, എന്നാലും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഹൈവേ കൂടെയാണ് പോകുന്നത്, അതായത് കോയമ്പത്തൂർ സേലം ആ ഒരു റൂട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ആക്ച്വലി ഞാൻ ഈ ഒരു ബസ്സൊക്കെ കാണുമ്പോൾ ഞാനിങ്ങനെ കോയമ്പത്തൂർ എൻ്റെ കോളേജിലേക്ക് പോയ കാര്യങ്ങളൊക്കെ എനിക്ക് ഓർമ്മ വരുന്നു. കാരണം ഈ ഒരു റൂട്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒരു നൊസ്റ്റാൾജിയാണ്. കാരണം നല്ല രസമുള്ള വ്യൂ ആണ് കേട്ടോ നമ്മൾ പാലക്കാട് ടു കോയമ്പത്തൂർ പോകുമ്പോൾ. അപ്പം നമ്മൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഹൈവേ ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല സുഖമായിട്ട് പോകാം. പിന്നെ ആ ഒരു സമയം എന്ന് പറയാൻ അധികം ട്രാഫിക്കൊന്നും ഉണ്ടായിരുന്നില്ല, നമുക്ക് സ്പീഡിൽ പോകാൻ പറ്റിയിട്ടോ. അപ്പോൾ നിച്ചുട്ടൻ ഉറക്കമാണ്, നല്ല ഉറക്കമാണ്. ഞാൻ ആളെ എൻ്റെ മടിയിൽ ഇങ്ങനെ കടത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു കിടക്കുന്നതിൻ്റെ ആ ഒരു ഫീല് കിട്ടും, കൈകാലൊന്നും വേദനിക്കില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഞെരിയും ബിരിയിലൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ സമയം 12:30 ആയിട്ടോ. അപ്പോൾ നമ്മൾ ജൂനിയർ കുപ്പണ്ണ എന്ന് പറഞ്ഞിട്ടുള്ളൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. നമ്മൾ ഈ ഒരു വഴി പോകുമ്പോൾ എന്താ പറയുക, നമുക്ക് പാലക്കാട്ടുകാർക്ക് ഈ ഒരു തമിഴ്നാട്ടിലത്തെ ടേസ്റ്റ് വലുതായിട്ട് പിടിക്കില്ല. ഭയങ്കര ഖാരം അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ, അതൊന്നും നമുക്കധികം പിടിക്കില്ല. അപ്പം നമ്മൾ ഇപ്പം ജൂനിയർ കുപ്പണ്ണ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ് കയറുന്നത്. അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് തന്നെ അന്നപൂർണ്ണ എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ ജൂനിയർ കുപ്പണ്ണയിൽ നമുക്ക് നോൺ വെജ് ഐറ്റംസ് ഒക്കെ കിട്ടും, ഇതിൽ വെജ് ഐറ്റംസ് ഒക്കെ കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും മെല്ലെ മെല്ലെ എണീക്കുകയാണ്. കാരണം നമുക്ക് ഇങ്ങോട്ട് വരാനായിട്ട്, ഇപ്പോൾ ഈ ഒരു സ്ഥലത്തേക്ക് വരാനായിട്ട് 2.5 മണിക്കൂർ ടൈം എടുത്തു കേട്ടോ. അപ്പോൾ അമ്മയ്ക്കൊക്കെ ഭയങ്കര കാലുവേദനയുണ്ട്, നമ്മുടെ കാലൊക്കെ ഓപ്പറേഷൻ ചെയ്തതുകൊണ്ട്. എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയപ്പോഴേക്കും നിച്ചുട്ടൻ എണീച്ചു. അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ നിച്ചുട്ടന് ഫോമുല കൊടുത്തത് കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇലയിലാണ്, അതായത് നാക്കല്ല, നല്ല തുളുമ്പ് ഇല ഉണ്ടല്ലോ, അതിലാണ് അവർ സെർവ് ചെയ്യുന്നത്. അപ്പോൾ ഭയങ്കര ചൂടല്ല. അപ്പം ഞങ്ങൾ ആദ്യം തന്നെ ഒരു ജ്യൂസ്, അതായത് ലൈം സോഡയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. പിന്നെ ജ്യൂസൊക്കെ കുടിച്ചു കഴിഞ്ഞ് ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്, ചിക്കൻ ബിരിയാണി. ഏട്ടും നിവിക്കുട്ടനും പൊറോട്ടയും പിന്നെ മറ്റേ ചിക്കൻ ചുക്കിയായിരുന്നു കേട്ടോ. ഭയങ്കര സ്പൈസി ആയിരുന്നു എന്ന് പറഞ്ഞു, എന്നാലും കുഴപ്പമില്ല, ബിരിയാണി അത്യാവശ്യം കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചതാ വീണ്ടും കാറിൽ കയറാണ് കേട്ടോ. എല്ലാവരുടെയും വയറൊക്കെ ഫുള്ളായി. അപ്പോൾ ഇനി ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു ഉറക്കമാണ്. കാരണം ഉച്ച സമയം ആയതുകൊണ്ട് നമ്മൾ വണ്ടിയിൽ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉറക്കം വരും. 5 മണിക്കൂറേ ഉള്ളൂ.
1:15 മണിക്കൂറായി. 2.5 മണിക്കൂറായിട്ടുള്ളൂ. ഇനിയിപ്പോ വന്ന അത്രയും ഇരട്ടി. അപ്പോൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം നിച്ചുട്ടൻ പിന്നെ ഉറങ്ങിയിട്ടില്ല. കുറച്ച് സമയം ഇങ്ങനെ വണ്ടിയിൽ ഇരുന്നു കാഴ്ചകളൊക്കെ കണ്ടിട്ട്. അപ്പോൾ ഞാൻ കുറച്ചൊന്നും ഇങ്ങനെ പൊക്കി പിടിക്കും, കുറച്ച് ഇരുത്തും. പിന്നെ പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പാട്ടൊക്കെ കേട്ടിട്ട് ഡ്രൈവ് ചെയ്യുന്നത് നോക്കുകയാണ് മെയിനായിട്ട് ആൾ. അപ്പോൾ നിവിക്കുട്ടൻ എന്താ നല്ല ഉറക്കമായിട്ടുണ്ട്. ബാക്കിലെല്ലാവരും നല്ല ഉറക്കമായിട്ടുണ്ട്. സൈഡിൽ അച്ചി അപ്പുറത്ത് കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഞാൻ നിച്ചുട്ടൻ്റെ എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഞാൻ ഉറങ്ങിയില്ല കേട്ടോ. കാരണം നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു, പക്ഷെ ആൾ കയ്യിലുള്ളതുകൊണ്ട് ഉറങ്ങിയില്ല. അപ്പോൾ ഞങ്ങൾ ശരവണ ഭവനിൽ ചായ കുടിക്കാൻ വേണ്ടി കയറി കേട്ടോ. സമയം 4:30 കഴിഞ്ഞു. അപ്പോൾ അത് ഞാൻ എടുത്തില്ല കേട്ടോ, ക്യാമറ ഉള്ളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചായയൊക്കെ കുടിച്ചതാ വീണ്ടും നമ്മൾ വണ്ടിയിലേക്ക് വന്നിരിക്കുകയാണ്. നിച്ചുട്ടൻ ഉറങ്ങിയിട്ടില്ല. അപ്പോൾ നമ്മൾ അവിടുന്ന് ഇത് വാങ്ങിച്ചു, ബീഡ കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബീഡ. ഞങ്ങൾ കൊച്ചിയിലുള്ള സമയത്ത് ബ്രോഡ്വേ എന്നൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ കർണാടക സ്റ്റേറ്റിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ സമയം എത്ര മണിയായി? 6 മണി 7 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിച്ചുട്ടിന് ചെറുതായിട്ട് ഉറക്കമൊക്കെ വരുന്നുണ്ട്. നമ്മളെല്ലാം ഭയങ്കരമായിട്ട് ടയേർഡായി, ചൂടുമല്ലേ പുറത്ത്, അത് കാരണം നിക്കുട്ടൻ അവിടെ നന്നായിട്ട് കളിക്കുകയാണ്. ഹലോ ഗൈസ്, സൗണ്ടൊക്കെ പോയിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്, ബാംഗ്ലൂർ. അപ്പോൾ ഇവിടെ നമ്മൾ നമ്മുടെ റിലേറ്റീവിൻ്റെ വീട്ടിലാണ് കേട്ടോ താമസിക്കുന്നത്. അപ്പോൾ നിച്ചുട്ടൻ വലിയ കുഴപ്പമൊന്നുമില്ല. ഇപ്പോഴാണ് ഉറക്കം വന്നതിൻ്റെ ആ ഒരു വാശിയാണുള്ളത് കേട്ടോ. അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും വരുന്ന വഴിക്കുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ വ്ളോഗ് കണ്ടിന്യൂ ചെയ്യാം. ഞാൻ ആദ്യം ഏതൊന്ന് ഉറക്കട്ടെ കേട്ടോ. എൻ്റെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞോട്ട് ഞാൻ അതൊന്നും എടുത്തില്ല. ഭയങ്കര വേദന, ഞങ്ങൾ ഭയങ്കര ടയേർഡായി. അപ്പോൾ നിച്ചുട്ടൻ ചെറുതായിട്ട് ഇതാ ഉറങ്ങി എണീച്ചു കേട്ടോ. അപ്പോൾ ഇനി കുറച്ച് നേരം ഒന്ന് കളിച്ചിട്ട് പിന്നെ ബാക്കി ഉറങ്ങും. അപ്പോൾ ഇന്നത്തെ വ്ളോഗ്, അതായത് ഇന്ന് ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞു വ്ളോഗായിരുന്നു. ഞാൻ നിച്ചുട്ടനെ കൊണ്ട് ആദ്യമായിട്ട് കുറച്ച് ദൂരം ട്രാവൽ ചെയ്യുമ്പോൾ ജസ്റ്റ് വീഡിയോ നമുക്കത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് പിന്നീട് കാണുമ്പോൾ നല്ല രസമല്ലേ. അപ്പം അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് എനിക്ക് കോൾഡും തക്കുന്നതുകൊണ്ട് ചെറുതായി വേദനയൊക്കെ ഉണ്ട്. സൗണ്ടൊന്നും ശരിയായിട്ടില്ല. അപ്പോൾ ഞാൻ എന്തായാലും മൈൻഡ് ചെയ്യാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ടൈം കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ, സീ യു.